ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിന് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരും. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടാകും. ആദ്യഘട്ടത്തിൽ 195 സ്ഥാനാർത്ഥികളെ ബിജെപിയും 39 സ്ഥാനാർത്ഥികളെ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിജെപി കേരളത്തിൽ 4 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. പത്മജ വേണുഗോപാലിനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കുമോ എന്ന അഭ്യൂഹം ശക്തമാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ PR അരവിന്ദാണ് നൽകുന്നത്. അരവിന്ദ്, ഇന്ന് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ബിജെപിയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതികൾ യോഗം ചേരുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അനീഷ്, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. ആദ്യഘട്ടത്തിൽ ബിജെപി 195 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് 39 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു. ബാക്കി സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും നടക്കുക. ബിജെപിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. 150 സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഈ രണ്ടാം ഘട്ടത്തിൽ ബിജെപി പ്രഖ്യാപിക്കുവാൻ ഇരിക്കുന്നത്. പ്രധാനമായും കേരളത്തിൽ 4 സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സീറ്റുകളിൽ ഒരെണ്ണം അടുത്ത സമയത്ത് ബിജെപിയിലേക്ക് ചേർന്ന പത്മജ വേണുഗോപാലിനെ പരിഗണിക്കുമോ എന്നതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് 39 സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ മുതിർന്ന നേതാക്കളെ തന്നെയാണ് രംഗത്തിറക്കുവാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സര രംഗത്തേക്ക് ഇറങ്ങണമെന്നൊരു ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തു വരുന്ന പട്ടികയിൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കുക. ഇതുകൂടാതെ തന്നെ വയനാടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന കാര്യവും ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാളിലുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ഇനിയൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കോൺഗ്രസ് തയ്യാറാകേണ്ടതുണ്ട്. അവിടെ സീറ്റ് വിഭജന ചർച്ചകൾ മമതാ ബാനർജിയുമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം ഈ 42 സീറ്റുകളിലും ബംഗാളിൽ മമതാ ബാനർജി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യ സഖ്യം സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്ന് ഡൽഹിയിൽ CPM പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിലും ചർച്ചയാകുക. വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകേണ്ടതുണ്ട്. പ്രധാനമായും തെലങ്കാന, രാജസ്ഥാൻ, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യമായി മത്സരിക്കുവാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ തെലങ്കാനയിലും രാജസ്ഥാനിലും കോൺഗ്രസ് ഒരു സീറ്റ് വിഭജനത്തിന് തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ത്രിപുരയിൽ അതേസമയം കോൺഗ്രസുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസുമായി CPM സഖ്യത്തിൽ മത്സരിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. എന്തായാലും വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ നടക്കുക. 11 മണിയോടുകൂടി CPM പോളിറ്റ് ബ്യൂറോ യോഗവും ആരംഭിക്കും. അനീഷ. ഏതായാലും വ്യക്തമാണ് അരവിന്ദ്. ഇന്ന് 6 മണിയോട് കൂടിയിട്ടാണ് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ബിജെപിയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതികൾ യോഗം ചേരുന്നത്. രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. വിശദമായ ചർച്ചകൾ ഈ വിഷയത്തിലുണ്ടാകും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് PR അരവിന്ദാണ്.